ബാലരമയൊന്നും പഴയ പോലെ അല്ല, എല്ലാം മാറി. സൂത്രനും ശേരുവിനും വേണ്ടി കഥ ഇനി നിങ്ങൾക്കും എഴുതാം. മിക്കവാറും എൻ്റെ പേനയ്ക്ക് പണിയാവും. തെളിയാത്ത പേനട്ട് എഴുതിയാതി അച്ഛാ, വെറുതെ ആൾക്കാർക്കിട്ടെ പണി ഉണ്ടാക്കണ്ട. നീ ഉറങ്ങിയില്ലേടേ? കിടന്നുറങ്ങടേ. ഉറങ്ങിയ ഈ അപരാധമൊക്കെ കേൾക്കാൻ പറ്റുമോ? നിന്റെ റൂമിൽ പോയി മര്യാദ കിടന്നുറങ്ങടാ. അവിടെ ഭയങ്കര ചൂട്, അവിടുത്തെ ക്യാനിനെ ഫാറ്റ് ഇല്ല. ഇതോന്ന് ക്യാനിന് ഫാറ്റില്ലെന്നാ? ഫാനിന് കാറ്റില്ലാന്ന്. ഓഹ്, വെരി ഫണ്ണി. ആ റൂമിലത്തെ ഫാൻ ഞാനല്ലേ പണിതത്. അതുകൊണ്ട് തന്നെ കാറ്റില്ലാത്തത്. അച്ഛൻ എന്തിന്റെ കേടായിരുന്നു? വെറുതെ വീട്ടിൽ ഒരു മൂലക്ക് ഇരുന്നാ പോരായിരുന്നാ പണിയെടുക്കാണ്ട്. ഞാൻ വെറുതെ ഇരിക്കുമ്പോൾ നിന്റെ അമ്മ പറയും ഞാൻ പണിയൊന്നും ചെയ്യാതാണ് ഇരിക്കണേന്ന്. അങ്ങനല്ലേ ഈ ചെറിയ ചെറിയ പണികൾ ഞാൻ ചെയ്യണത്. എന്നിട്ടിപ്പോ എന്തിനായി? ഇപ്പൊ ഇരട്ടി പണിയായി. അപ്പൊ അതറിയാം. എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ ശരിയാവൂല. ബാലരമയിൽ ഇപ്പോഴും കളർ കോമ്പറ്റീഷൻ ഉണ്ടോ അച്ഛാ? ഉണ്ടറാ. എനിക്ക് അത് ചെയ്തോണ്ടിരിക്കും. നീ റൂമിൽ പോയിക്കാണ്. എനിക്ക് ബാലരമ വായിക്കാനുള്ളതാണ്. മായാവിൽ ഇപ്പൊ കുട്ടൂസനില്ലേ? അപ്പൊ പിന്നെ ഇപ്പൊ വായിക്കണതാര്? നിന്റെ തന്ത. ആ, കുട്ടൂസൻ രഘു. തന്തയ്ക്ക് ആവശ്യത്തിൽ കൂടുതൽ വട്ടപ്പേര് നാട്ടുകാർ ഇടുന്നുണ്ട്. ഇനി നീയും കൂടെ എണ്ണ. കരാളിന് പറഞ്ഞ് ചിരിക്കണ. ചവിട്ടി കിട്ടി അവിടെയൊക്കെ തഴമ്പിച്ച് ഇപ്പൊ ഇടിക്കുമ്പോഴേ ഇക്ലിയാണ് ആവണ. അവനൊക്കെ എന്തിനാന്തോ ഭൂമിയിലോട്ട് പൊട്ടി വീണത്. അതൊക്കെ അന്നേ ആലോചിക്കണമായിരുന്നു. ഈ പറയണ അച്ഛൻ എന്തിനാണ് ഇങ്ങോട്ട് വന്ന? കർമ്മനിഷ്ഠമായ പല രീതിയിലുള്ള പുണ്യകർമ്മങ്ങൾ ചെയ്യുന്നതിന് വേണ്ടി. അച്ഛനെന്തോന്നു കൽക്കിയിലെ പ്രവാസ. ഇവിടെ കിടന്നാലേ എനിക്ക് സ്വൈര്യം കിട്ടൂല. ഇതിനേക്കാളെ നിന്റെ തള്ള തന്നെ ഭേദം. അതെന്ത്? അതാവുമ്പോ ഒന്ന് രണ്ട് പറഞ്ഞു തുടങ്ങുമ്പോഴേക്ക് അവള് അമ്മിക്കലിട്ട് തലകറിഞ്ഞ് വീഴ്ത്തോല്ല. ബോധം വേണ്ടേ പിന്നെ അടികൂടാൻ? ഞാനും ചെയ്യാ. കടയാടി. നീ ഞാൻ അമ്മയടുത്ത് പറഞ്ഞോളാം. അമ്മ, നിനക്ക് തിന്നാൻ എന്തെങ്കിലും വേണമെന്ന് ഞാൻ ചോദിച്ചതാണ്. നീ പറഞ്ഞ ഒന്നും വേണ്ടാന്ന്. അടുപ്പിക്കേ അടച്ച് പൂട്ടി. നീ ഉണങ്ങി ചാമ്പൽ വാരി തിന്നു. ആഹാരത്തിന്റെ കാര്യമല്ല. ആ, നന്നായി. അമ്മ, എന്റെ ഫോണിലെ ചാർജ് ഒന്നും അങ്ങനെ കേറണില്ല. ഫോണിന്റെ മൂട്ടിൽ ചാർജ് കുത്തിയിടാൻ മാത്രം പോരാ, സ്വിച്ച് കൂടെ ഓൺ ചെയ്യണം, എന്നാലേ കയറും. അങ്ങനെയല്ല, ഫോട്ടോസൊക്കെ നിറഞ്ഞേ ഫോണിന്റെ സ്റ്റോറേജ് തീർന്ന്, അതുകൊണ്ട് ഭയങ്കര സ്ലോ. അതിൽ 5000 ഫോട്ടോസ് കാണും. അതിൽ 4500 ഫോട്ടോസ് നിന്റെതാണ്. ആ ഫോട്ടോസ് അങ്ങ് ഡിലീറ്റ് ചെയ്താൽ മതി. മൊത്തം വൈറസ് കയറിക്കാണ് അതിൽ വഴി. അമ്മയുടെ ഫോട്ടോസ് ഇതിന്റെ അകത്തുണ്ട്. എന്റെ ഉണ്ടല്ലേ? അപ്പൊ ആ ഫോട്ടോസ് എന്റെ വാട്സാപ്പിൽ സെൻഡ് ചെയ്താൽ മതി കേട്ടാ. കുറെ നാളായി DP മാറ്റിയിട്ടെ. ഡിസ്പ്ലേയിൽ പച്ച വരെയൊക്കെ വീണ്. പച്ചയല്ലേ, പഴക്കട്ട. ഇതില് ചാർജ് ഒന്നും അങ്ങനെ നിക്കണില്ല. അതിനൊരു ബാങ്ക് ഉണ്ടല്ലോടാ. പുതിയ ഫോൺ EMI എടുക്കാനായിരിക്കും. PBI അല്ലല്ല, കഥക്ക് പനറ. അയ്യേ, മറ്റേ കറണ്ട് പോകാൻ നേരത്ത് നീ ഇഷ്ടികേര സൈസിൽ ഒരു സാധനം കുത്തി കാറ്റുമല്ലോ എന്റെ മൂട്ടിൽ. എന്തൊരു പേര്? പവർ ബാങ്ക്. ആ ബാങ്ക് എടുത്ത് എന്റെ മൂട്ടിൽ കുത്തി യൂസ് ചെയ്താൽ മതി. വേറെ കുഴപ്പമൊന്നുമില്ല. +2 ഞങ്ങാണ്ടാ വാങ്ങിച്ചതാണ് ഈ ഫോൺ. 7 വർഷമായി. തന്നല്ലേ? പണിക്കും പോടാ. 7 വർഷം കൊണ്ട് വീട്ടിൽ ചുരപ്പൂല കയറി ഇരുന്നിട്ട് കള്ളക്കഞ്ഞി കുടിച്ചവൻ പണിക്ക് പോകാ. ഞാൻ അതല്ല അമ്മ ഉദ്ദേശിച്ചത്. അമ്മയ്ക്ക് മനസ്സിലായി. പഴയ ഫോണ് മക്കളത് മാറ്റണം, പുതിയത് എടുക്കണം അല്ലേ? മക്കളാ പ്ലാവ് കണ്ട? അതിൽ നിങ്ങളെ 3 ചക്ക കണ്ട? കണ്ട്. വരികയാണ്. അത് നോക്കിയിരിക്കട്ടെ. അമ്മ പോയി കിടന്നുറങ്ങട്ടെ. അമ്മ, ചിത്തുമോനെ, ഞാൻ ഈ വീട്ടിൽ ആരാണ്? അമ്മയല്ലേ? അല്ലാതെ മിഷനൊന്നും അല്ലല്ലോ. മൊബൈൽ വാങ്ങാൻ പൈസ ഒന്നും വേണ്ട. പിന്നെ പൈസ കൊടുക്കാതെ മൊബൈലിൽ ആകാശത്ത് പൊട്ടി വീണോ? എന്താണ് ചലിച്ച ഇവിടെ? മനുഷ്യനെ ബാലരമ മര്യാദയ്ക്ക് വായിക്കാൻ സമ്മതിക്കൂലേ? എവര് പുതിയ ഫോൺ എടുക്കണോന്ന്? പൈസക്കാരിയാണല്ലേ. നടക്കട്ടെ. തുമ്പാ ചെമ്പ്. അച്ഛാ, അച്ഛൻ ഈ കാര്യത്തിൽ നിർഗുണനാണ്. നിങ്ങൾ ആരും എനിക്ക് പൈസ തരണ്ട. ഞാൻ ഫോൺ എടുത്ത്. എടുത്താ? ഇവിടെ എന്തിന്? ആര് വാങ്ങിച്ചു? എന്തിനു വാങ്ങിച്ചു? ഞാൻ ഫോൺ എടുത്ത്. പുതിയതല്ല, പഴയതാണ്. സീലെക്സ് വഴി. ഫോൺ എടുത്തിട്ടാണ് നമ്മൾക്ക് പറയുന്നത് ഫോൺ എടുക്കണം വേണമെന്നൊക്കെ പറഞ്ഞോണ്ട്. അല്ല, പെട്ടെന്നൊരു ഫോൺ എടുത്ത കാര്യം നിങ്ങൾക്ക് പറയുമ്പോൾ നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടായിരിക്കും, പ്രത്യേകിച്ച് ഈ സാഹചര്യത്തിൽ. ജോലിയുള്ള ഞാൻ ഇതുവരെയ്ക്കും ഒരു ഫോൺ വാങ്ങിച്ചിട്ടില്ല. ജോലിയില്ലാത്ത ഇവ എങ്ങനെ ഫോൺ വാങ്ങിച്ചത്? ഇതുവരെയ്ക്കും മനസ്സിലാവാത്ത കാര്യമാണ്. ജോലിയില്ലാത്ത ആൾക്കാർ എങ്ങനെയാണ് ഇതൊക്കെ വാങ്ങിക്കണമെന്നുള്ളത്. എടാ, ഞാനൊരു ഫോൺ എടുത്താൽ അത് നിനക്കും കൂടെ ഉള്ളതല്ലേടാ? സത്യം. നീ എന്റെ ചേട്ടനല്ലേടാ? ഹൃദയം നിറയും. കണ്ടാടി, ഇതാണ് സഹോദര സ്നേഹം. നിനക്കൊണ്ടൊരു ആങ്ങള ഗൾഫിൽ നിന്ന് അണ്ടിപ്പൈപ്പ് കൊടുത്തുവിടാൻ പറഞ്ഞ അവ വീഡിയോ കോൾ വഴി കാണിച്ചു തരും.
അപ്പൊ നിങ്ങൾ അനിയനും ചേട്ടനൊക്കെ അത് അവന്മാർ അറിവ് വെച്ച പ്രായത്തിൽ തന്നെ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, കൂടുതലൊന്നും ചോദിച്ചുകൊണ്ട് വരരുത്, ഒന്നും തരൂല. അതാണ് കുടുംബത്തിൽ പറഞ്ഞ ആൾക്കാർ ചെയ്യണ പരിപാടി. വേറെ പ്രശ്നങ്ങളൊന്നും വരൂലല്ലോ. ഹേ, നല്ലൊരു ദിവസമായിട്ട് എന്തിനാണ് വഴക്ക് കൂടുന്നത്? അവൻ ഫോൺ എടുത്ത ദിവസമല്ലേ. എടാ അനിയ, പൈസയൊക്കെ ഉണ്ടായിരുന്നാ ഫോൺ വാങ്ങിക്കാൻ? എവിടെ നിന്ന് കിട്ടി? നീ ജോലിക്ക് പോവല്ലേ? അതിന് എൻ്റെ ഫോണെന്ന് പറയുമ്പോൾ നിന്റെയും കൂടെ അല്ലേടാ. കാര്യം പറയടാ. നിന്റെ ഡെബിറ്റ് കാർഡ് കീറി എടുത്തതാണ് ഈ ഫോൺ. പേടിക്കാൻ വേണ്ട, മൊത്തം കീറിയില്ല. മാസം 3000 രൂപ വെച്ചടച്ചാൽ മതി. EMI-ക്കാണ് ഈ ഫോൺ എടുത്തത്. ഇപ്പൊ ഒരു കാര്യം അച്ഛന് ബോധിയായി. എന്റെ കുടുംബക്കാരെ ജനിച്ച് തന്നെയാണ് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത്. ഐ ആം പ്രൗഡ് ഓഫ് യു മൈ സൺസ്. അമ്മയുടെ ഡെബിറ്റ് കാർഡാണ് തപ്പിയത്, കിട്ടിയത് അവന്റെയാണ്. എന്റെ ഭാഗ്യം. അവനെ അഴിച്ചു വിട്ടേക്കല്ലേ, അവൻ മോഷണവും തുടങ്ങി. ഇവനെങ്ങാനും എന്റെ ഡെബിറ്റ് കാർഡ് വലുതാണ് എടുത്തിരുന്നെങ്കിൽ എടുത്താ നീ ചമ്മി പുഴുത്തനടാ, 0 ബാലൻസ്. വാടാ, നമുക്കൊരു സെൽഫി എടുക്കാം. ഒറ്റയ്ക്ക് എടുത്താ സെൽഫി. എടാ, നീ ഗിഫ്റ്റ് എന്നേന്ന് പറയാ സ്റ്റോറി ഇടാന്ന്, നിനക്കൊരു ബൂസ്റ്റ് ആവും. ബൂസ്റ്റ് ഏത് കമ്പനിയാണ്? ചിക്കു ക്ലിയോ 10. ഇതുപോലുള്ള പേരുള്ളൊരു കമ്പനി. ആ, അച്ഛൻ കേട്ടതേ വേറെ ഫോണ്, അത് ചാത്തൻ. ഇതാണ് ഒറിജിനല്, നോക്കിയെടുത്തതാണ്. അച്ഛൻ നമുക്കൊരു സെൽഫി എടുക്കാം, എന്നിട്ട് സ്റ്റോറി ഇടാം വിത്ത് മൈ ഡാഡ്. അതൊന്നും വേണ്ട. പിന്നെ അതൊക്കെ ഇട്ടതിന് ശേഷം എന്റെ ആരാധന കൊണ്ട് നിനക്ക് ഭയങ്കര തലവേദന വരും. അത് ശരിയാണ്ടാ. സ്കൂളിൽ അച്ഛന്റെ പാട്ട് കേട്ട് തലവേദന വന്നവരും ഛർദിൽ വന്നവരും ഒക്കെ ഉണ്ട്. അപ്പൊ അവർക്ക് നിനക്കൊരു തലവേദന ആവും. ഇത് കണ്ട. എങ്കി അമ്മ വാ, നമുക്കൊരു സെൽഫി എടുക്കാം. ഓ, ഫോൺ ഇപ്പൊ നീ എടുത്തതല്ലേ ഉള്ളൂ, വെറുതെ ഡിസ്പ്ലേ ഒക്കെ അടിച്ച് പോയിപ്പിക്കണോ? മൂടുപോയി. സെൽഫി എടുക്കാനുള്ള മൂടുപോയി. നാളെ രാവിലെ അമ്മ കുളിച്ച് റെഡിയായി ആയില്ലാത്ത സമയം നോക്കി ലിപ്സ്റ്റിക് ഇട്ട് നമുക്ക് എടുക്കാമേ. സെൽഫി എടുക്കാൻ പോയിട്ട് ഒരു കാര്യത്തിന് വിളിച്ചാൽ പോലും ആരും വരൂല. നീ കഴിക്കാൻ വിളിച്ചു നോക്കടാ, എല്ലാം ഓടിച്ചാടി വരും. ഇനി ഒന്നിനും വിളിക്കല്ലേ, ഞാനേ ഒറ്റയ്ക്ക് എടുത്തോളാം. അനിയ, പിന്നെ വർഷങ്ങളോളം ഒന്നുമില്ലല്ലോ EMI? ഇല്ലടാ, 24 മാസം. 2 വർഷോ? അങ്ങനെ കണക്കൂട്ടാതിരുന്നാ മതി. മകളെ, അച്ഛൻ്റെ സ്മൂളിലെ സൗണ്ട് ക്വാളിറ്റി അത്ര പോരാ. അതിന് അപ്പൊ ഒരു പുതിയ ഫോൺ അച്ഛന് വേണ്ടി. ഡെബിറ്റ് കാർഡ് ഒരിക്കണ്ട, ക്രെഡിറ്റ് കാർഡ് ഒരിച്ചാൽ മതി. എന്നാ ശരി, അച്ഛൻ ഇരുന്ന് ബാല്യമ വായിക്കാം. ഒത്തൊരുമയില്ലാത്ത ഫാമിലി. എന്റെ ഫോണല്ലേ, ഞാൻ എടുക്കും സെൽഫി. ആ, നല്ല ഫോട്ടോ. നിങ്ങളാരും ഇല്ലാതെ ഞാൻ എന്റെ സെൽഫി എടുത്ത് നോക്കച്ച. എങ്ങനെയുണ്ട് എന്റെ സെൽഫി? എടാ മകളെ, ഈ അച്ഛൻ കണ്ണാടി വെച്ചിരിക്കുന്നത് ചെറിയ കാഴ്ച കുറവുകൊണ്ടാണ്, അല്ലാതെ പൊട്ടനൊന്നും അല്ല ഞാൻ. ഇന്നത്തെ വേടാ നിന്റെ മോന്ത. ഇത് ഞാനല്ലേ? ഞാൻ തന്നെയല്ല. ഇത് പിന്നെ ആരച്ചാ? തന്ത നട്ട മാവും തള്ള മാച്ചുന്ന കാറും. ക്യാമറയുടെ കംപ്ലൈന്റ് വല്ലതും ആണോ എന്തോ? കംപ്ലൈന്റാ? എന്റെ EMI അതാ ചാത്തൻ ചിക്കു ഫോണും വാങ്ങിച്ചു വെച്ചിട്ട് എന്റെ പൈസ പോയി. മിണ്ടാതെടാ മോങ്ങാതെ. ഫോണിന്റെ കംപ്ലൈന്റ് അല്ല, ഇവിടെ കണ്ണിന്റെ കംപ്ലൈന്റ് ആണ്. നീ ആ ഫോണും എടുത്താണ്. സെൽഫിയുടെ രാഷ്ട്രീയം ഞാൻ കാണിച്ചു തരാം. നേരെ ചൊവ്വേ സെൽഫി എടുക്കാനും അറിഞ്ഞൂടെ, കണ്ടുപിടിച്ചോ. നല്ല ഐശ്വര്യമുള്ള മുഖം തന്നെ എൻ്റെത്. കണ്ടോ? കൊള്ളാം, പക്ഷെ എത്ര നോക്കിയിട്ടുവേ ഐശ്വര്യമുള്ള മുഖം മാത്രം കാണാൻ പറ്റില്ല. നീ എന്തിനാ പറയണത്? എന്നെ കണ്ടുകൂടാന്ന്. എടാ പിന്നെ ഇത് ഞാനല്ലേടാ, കണ്ണൂർ നോക്കടാ. ഇതിൽ കൂടുതൽ കണ്ണിനി തുറക്കാൻ പറ്റൂല. ഇതിൽ സോഫ മാത്രമേ ഉള്ളൂ. ഞാൻ ഉണ്ടല്ലോ. നീ ക്യാമറയ്ക്ക് നീ പറയും പോലെ കംപ്ലൈന്റ് വല്ലതും? വീണ്ടും കംപ്ലൈന്റാ? ഹേ, ഞാൻ എന്തായാലും ഫോൺ തന്നവനെ ഒന്ന് വിളിച്ചു ചോദിക്കട്ടെ. അച്ഛാ, ഫോൺ കിടത്താണ്. ഇപ്പൊ വരാം. ഹലോടാ, ഫോണിന്റെ ക്യാമറ വർക്കിംഗ് തന്നെ, പക്ഷെ മറ്റുള്ളവർക്ക് വർക്കിംഗ് ആവണില്ല. അതെന്ത്? വെച്ചിട്ട് പോടെ, രാത്രി മാട്ട സാധനം അടിച്ച് കയറ്റിട്ട് പിച്ചും പേരുന്ന് പറയണേ. ഹലോ, വെച്ചാ ബഗേന്നേട്ടാ അവൻ പറഞ്ഞ്. നീ ഒരു കാര്യം ചെയ്യ്, ഇവന്റെ ഫോട്ടോ ഒന്ന് എടുത്ത് നോക്കിയാണ്. ആ, ചാർജ് തീർന്നു, ഫോൺ ഓഫായി.
ആ എന്തൊരു ഐശ്വര്യമാർന്ന് ഇരണം കെട്ടവൻ. നാളെ രാവിലെ അങ്ങനെ ഫോട്ടോ എടുത്ത് നോക്കാം. ഒരു കൂറ ഫോണും മാറ്റി വെച്ച്. AI ഫീച്ചർ വല്ലതും ആയിരിക്കുമോടാ? പ്രൈവസി പോവാതിരിക്കാൻ വേണ്ടി, അതായത് നമ്മളെ ഫോട്ടോ എടുക്കാൻ മറ്റുള്ളവർ കാണാതിരിക്കാൻ വേണ്ടി അങ്ങനെയുള്ള സെറ്റപ്പും ആയിരിക്കും. നീ ഇന്നേ ഈ ഫോണിൽ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ഉള്ളതും ചെയ്തായിരുന്നാ? അപ്ഡേറ്റ് തരണമെന്ന് കമ്പനി തീരുമാനിച്ചാൽ ഇതിൽ കിട്ടൂല. 3 കൊല്ലം മുമ്പ് എല്ലാ അപ്ഡേറ്റും തീർന്നു. നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ള ഫോണും എടുത്തു വെച്ചിട്ട് വല്ല തോട്ടിലും മുക്കി വേടാ. തോട്ടിൽ മുക്കണ്ട, EMI അടച്ച് തീർക്കട്ട്. അതുവരെ വല്ല തിളച്ച വെള്ളത്തിലും മുക്കി വൈ നീ. നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ള ഫോണൊന്നും അല്ല. എക്സെൻട്രൊക്കെ ഇതിലുണ്ട്, സ്റ്റിൽ വർക്കിംഗ് ആണ്. എക്സെൻട്ര? ഇനി നീ ഒന്നും പറയണ്ട, ഞാൻ ഒന്ന് പോയി കിടക്കട്ടെ. നല്ല ക്ഷീണം. എൻ്റെ പൈസയും പോയി. നീ കറേ പോടാ പുല്ല്. ചിത്തു എണീരടാ, സെൽഫി എടുക്കാടാ. നല്ല ഫിൽറ്റർ ഇട്ട് നമുക്ക് സെൽഫി എടുക്കാടാ. ചിത്തു അരുത് അരുത്, സ്വപ്നം കണ്ടതായിരിക്കും. എണീരടാ, സെൽഫി എടുക്കാടാ. നല്ല ഫിൽറ്റർ ഇട്ട് സെൽഫി എടുത്തരാടാ. ഓ ഇന്നെനിക്ക് സമയമില്ല, പോയിട്ട് നാളെ രാവിലെ വാ, നമുക്ക് അപ്പം എടുക്കാം. ആരെന്റെ കവാലത്തിലടിച്ച? ചലച്ചേ നീ ചലച്ചേ അഴിച്ചാണ്. എന്തിരി എന്നാരാ കവാലത്തിലടിച്ച്? ആ നിങ്ങളറിയാവുന്ന ആരെങ്കിലും ഒന്ന് അടിച്ചതായിരിക്കും. അതിന് നമ്മൾ രണ്ട് മാത്രമേ ഇവിടെ ഉള്ളൂ. നിങ്ങളെ സ്വഭാവം വെച്ചേ സ്വപ്നത്തിൽ ഒരാൾക്കാർ ഒന്ന് അടിക്കും. സത്യം പറ, നീ അല്ലേ അടിച്ചത്? നിങ്ങൾ എനിക്ക് അടിക്കണമെങ്കിലേ നേരിട്ട് വിളിച്ചത് അടിച്ചാൽ പോരെ. എന്തിനു ഇരട്ടത്ത് കിടന്നുറങ്ങും അടിക്കണത്? നിങ്ങൾ കിടന്നുറങ്ങിയാണ് മര്യാദയ്ക്ക്. നാളെ രാവിലെ എണീറ്റ് എനിക്ക് അപ്പം മുട്ടക്കറി ഉണ്ടാക്കാളെയാണ്. ദൈവമേ, പറയും പോലെ മുട്ടയിലല്ല. അത് നിങ്ങളെ കട തുറന്നിട്ടുണ്ടെങ്കിൽ 10 മുട്ട വാങ്ങിച്ചിട്ട് വന്നാണി. ഓ എനിക്ക് നല്ല ഉറക്കം പറഞ്ഞു കേട്ടാ. ഗുഡ് നൈറ്റ്. ആ എന്നാ പിന്നെ നാളെ മുട്ടക്കറി ഇല്ല, മുട്ട ഇല്ലാതുണ്ട്, ക്യാൻസൽ. ചാർജ് ഫുള്ളായി കാണും. EMI 3000, എൻ്റെ ശമ്പളം 5000. ഞാൻ എങ്ങനെ അടയ്ക്കുമോ? രാത്രി കിടന്ന് ചിരിക്കണം. നിനക്ക് ഭ്രാന്താടാ നട്ടപ്പാരേക്ക് സെൽഫി എടുക്കാൻ? ഞാനല്ല സെൽഫി എടുക്കണ. അപ്പൊ പിന്നെ വിളിക്കണതാ? ഞാനല്ല വിളിക്കണ. ഞാനായിരിക്കും അപ്പൊ ഇളിക്കണത്. കളഞ്ഞിട്ട് പോടെ അവന്റെ സെൽഫി കൂത്ത് രാത്രി. എന്തോ ഒരു കുഴപ്പമുണ്ട്. നിനക്കല്ലേ? അതെനിക്ക് പണ്ട് തൊട്ടേ അറിയായിരുന്നു. എനിക്കല്ല, ഫോണിന്. അത് ഞാൻ നേരത്തെ അറിഞ്ഞതാണല്ലേ. ആ കുഴപ്പമില്ല, ക്യാമറ താനെ ഓൺ ആവണമെന്ന്. ടച്ച് കംപ്ലൈന്റ് ഫോണിന്റെ. നീ ചങ്ങിക്കൊണ്ട് വർത്താനം പറഞ്ഞ കിടന്ന് ഉറങ്ങടേ. ഒന്ന് ഉറക്കം കണ്ണി പിടിക്കുമ്പോ മൂത്രം ഒഴിക്കാൻ വിട്ട്. ഈ മൂത്രസഞ്ചിയുടെ കാര്യം. ബാത്റൂമിൽ ആരും ഒളിക്യാമറ കൊണ്ട് വെച്ച ക്ലിക്കിന്റെ ശബ്ദമല്ലേ കേട്ടത്? എന്തൊക്കെയോ എവിടേക്കോ ഒരു തകരാറ് പോലെ. അച്ഛൻ്റെ ഫേസ്ബുക്ക് നോട്ടിഫിക്കേഷൻ. അച്ഛൻ രാത്രിയാ പോസ്റ്റൊക്കെ അപ്ലോഡ് ചെയ്യണം. മിക്കവാറും ലൈക്കും കമൻറ്റും കൂടുതൽ കിട്ടാൻ വേണ്ടി രാത്രി അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. പോസ്റ്റ് നോക്കിയേക്കാം. അയ്യേ, സ്വന്തം വീട്ടില് ഒളിക്യാമറ. ഇതൊക്കെ ആര് വെച്ചതാണ് എന്തോ? അച്ഛാ നിങ്ങൾ എന്തൊരു പണി കാണിച്ചു വെച്ചാ? ഇവിടെ കിടന്നപ്പം മുള്ളാൻ മുട്ടി വന്ന് പെടുത്ത്. അത് കൊച്ചിലോട്ടുള്ള ശീലം ഉടനെ മാറ്റാൻ പറ്റൂല. മുള്ളി ഏതാ മുള്ളി? അതെന്തിന് ലോകം മൊത്തം കാണിക്കണ? ദാണ്ട നോക്കി.
ഈശ്വര, രഘുവിന്റെ ബാത്റൂം ലീക്കഡ് ഫോട്ടോ ഇതാരാ എന്റെ ഫേസ്ബുക്കിൽ അപ്ലോഡ് ചെയ്താ? അച്ഛൻ തന്നെ. എടാ, എന്റെ സാമാനം കാണിച്ച് ലൈക്ക് കമന്റ് വായിക്കാനുള്ള ഗതികളൊന്നും എനിക്കില്ല. അങ്ങനെ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ സബ്സ്ക്രിപ്ഷൻ തന്നെ തുടങ്ങിയാ. ഇനി ഇതിപ്പോ എന്ത് ചെയ്യും? ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യണേ. എടാ, ഡിലീറ്റ് ചെയ്യണമെങ്കിലും. അച്ഛന്റെ ഫേസ്ബുക്കിൽ നിന്ന് അപ്ലോഡ് ചെയ്യുന്ന അച്ഛൻ എന്തെങ്കിലും ചെയ്തേ പറ്റൂ. പാതിരാത്രിയാണ് വലിയ ലൈക്കൊന്നും കിട്ടി കാണൂലല്ലേ? ഇല്ല 257 പേരെ കണ്ടിട്ടുള്ളൂ. അയ്യോ, എന്റെ ഏറ്റവും കൂടുതൽ ലൈക്ക് കിട്ടിയ 10 പേര്. ഇത് 257 സാവത്രിക കണ്ട എന്റെ തീർന്ന് ഫോൺ എവിടെ? ഡിലീറ്റ് ഓപ്ഷൻ എവിടെ? എടാ, നിന്റെ ഫോണിൽ നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടാ. അതെന്ത്? നിന്റെ തുടയിലെ കാക്കപ്പുള്ളിയൊക്കെ നല്ല കാണാം. തൊടയെ ആസ്വദിച്ചോണ്ടിരിക്കാതെ വേഗം പോസ്റ്റ് ഡിലീറ്റ് ചെയ്യും. അയ്യോ, ഭാർഗവൻ കമന്റ് ഇട്ട് പോലീസ് ആരോ നുമ്മോണ്ട് കൂടെ ക്ലിക്ക് തുടങ്ങി. പൊത്തിപ്പൊടി എല്ലാ ഫോട്ടോയും അപ്ലോഡ് ആവും. നീ തൊട്ട് 2 ദിക്കർ വാങ്ങിച്ചിരുന്ന ഈ 2 ഘട്ട സമയത്ത് നീ സെൽഫി എടുക്കാൻ വേണ്ടി കൈവൊക്കെ ഞാൻ ലക്ഷ എന്റെ ചാരിത്രത്തിൽ പോണ സമയത്ത് നീ ചിരിച്ചോണ്ട് സെൽഫി എടുക്കണം. എന്താ സംഭവിക്കണ? I love you. ഐ ലവ് യു എന്നല്ല, ഐ കില്ല് യു എന്ന് കൊല്ലൂന്ന്.